പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ദൈവം നമുക്ക് സൗജന്യമായിട്ട് നൽകിയതാണ് ഈ പ്രഭാതം. ഈ മനോഹരമായ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹം ഈ പ്രപഞ്ചത്തിൽ നിന്നും അനുഭവിക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിച്ച അവസരങ്ങളും ദൈവം നൽകിയ കൃപകളും ശരിയായ വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ പോയതിനെ ഓർത്ത് ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ വിരുന്നിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായിട്ടും നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവർ, ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായിട്ടും പ്രായമായ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രായമായ ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലരും അവഗണിക്കപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മക്കൾ ശരിയായ വിധത്തിൽ നോക്കുന്നില്ല. അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഭദ്രത അവർക്കില്ല. അങ്ങനെ വളരെ ദയനീയമായ ദുഃഖകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കളെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കുകയും അവരെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വാർദ്ധക്യത്തിൽ ലഭിക്കേണ്ട സ്നേഹവും പരിഗണനയും ശുശ്രൂഷയുമൊക്കെ അവർക്ക് നൽകുന്നതിനുള്ള സാഹചര്യം ലഭിക്കണമേ എന്ന് അവരെ സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആത്മാവിൻ്റെ അഭിഷേകം, നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാനും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. ആദിമ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മ അഭിഷേകമുണ്ടായപ്പോഴാണ് ദൈവവചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുന്നതിന് അവർക്ക് സാധിച്ചത്. അതുപോലെ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാനായിട്ട് ആത്മാവിൻ്റെ നിറവ് നമുക്ക് നൽകണമേ എന്ന് നമുക്കിപ്പോൾ അപേക്ഷിക്കാം. ഇന്നേ ദിവസം നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു.
പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവർ ചിലർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഛിദ്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അവൻ ബേൽസബൂലിനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബേൽസബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കൾ ആയിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഭാഗം നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ആത്മീയ സമരത്തിൽ നാം എവിടെയാണ് എന്ന് പരിശോധിക്കുവാനും ആരുടെ ശക്തിയിലാണ് ഈ ആത്മീയ സമരത്തിൽ നാം ആശ്രയിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിനും. നമുക്കറിയാം, യേശു ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുമ്പോൾ ജനത്തിൻ്റെ പ്രതികരണം അത്ഭുതകരമാണ്. ഇത് മനുഷ്യൻ്റെ സ്വഭാവത്തെ പഠിക്കുന്നതിന് നമ്മെ സഹായിക്കുകയാണ്. കുറേ ആളുകൾക്ക് അത് അത്ഭുതമാണ് ആ സംഭവം സൃഷ്ടിച്ചത്. എന്നാൽ വേറെ ചിലർ അതിൽ തിന്മ കണ്ടുപിടിക്കുന്നതിനായിട്ട് ശ്രമിക്കുകയാണ്. അവർ പറയുകയാണ്, പിശാചിനെ കൊണ്ടാണ്, ബെൽസബൂലിൻ്റെ ശക്തിയാലാണ് യേശു പ്രവർത്തിക്കുന്നത് എന്ന് അവർ ആരോപിക്കുകയാണ്. ഇതിനകത്തെ വിരോധാഭാസം എന്ന് പറയുന്നത്, അവർക്ക് അതിമാനുഷികമായ ഒരു ശക്തിയിൽ വിശ്വാസം ഉണ്ട്. അതവർ ഉപേക്ഷിക്കുന്നില്ല. അത് ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ അത് തിന്മയുടെ ശക്തിയാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നു. ദോഷൈക ദൃഷ്ടുക്കൾ മിക്കപ്പോഴും ദൈവത്തിൻ്റെ നമ്മളിലുള്ള ജീവിതത്തെ കാണുന്നതിന് അന്ധരായിട്ട് മാറാറുണ്ട്. എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുകയും തിന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ദൈവത്തിൻ്റെ മനുഷ്യരുടെ ഉള്ള പ്രവർത്തനത്തെ കാണുന്നതിന് അവർക്ക് സാധിക്കുന്നില്ല. കണ്ടാൽ തന്നെ അതിന് കണ്ണടച്ച് വിടുന്ന ഒരു സാഹചര്യവും ഉണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും നന്മ ഉണ്ടായാൽ അതിനെ അംഗീകരിക്കുന്നതിനോ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനോ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. പലപ്പോഴും ഗൂഢലക്ഷ്യത്തോടെയാണ് അതിനെ നോക്കിക്കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ഈശോ ഇവിടെ വളരെ ലളിതവും ബ്രില്യൻറ്റുമായ ഒരു മറുപടിയാണ് നൽകുന്നത്. ഒരു രാജ്യം തനിക്ക് തന്നെ എതിരായാൽ അതിന് നിലനിൽക്കാനായിട്ട് സാധിക്കുകയില്ല. സാത്താനെ തന്നെ പുറത്താക്കിയാൽ അവൻ്റെ രാജ്യം നിലനിൽക്കുകയില്ല എന്നാണ് ഈശോ പറയുന്നത്. ഇതുവഴിയായിട്ട് ഈശോ സൂചിപ്പിക്കുന്നത് അവൻ്റെ ജോലി പുനഃക്രമീകരണത്തിൻ്റേതാണ്, അല്ലെങ്കിൽ പുനരുദ്ധാരണത്തിൻ്റേതാണ് എന്നാണ് ഈശോ ഇതുവഴിയായിട്ട് ഉദ്ദേശിക്കുന്നത്. നശിപ്പിക്കലിൻ്റെ ഒരു ജോലിയല്ല യേശുവിൻ്റെ ജോലി എന്നാണ് ഈശോ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. യേശു ഒരു മാജിക്ക് പ്രവർത്തിക്കുന്ന ആളല്ല. അവൻ്റെ രാജ്യത്തിൻ്റെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി വിപുലമാക്കുകയാണ് യേശുവിൻ്റെ ലക്ഷ്യമെന്നാണ് യേശു ഇവിടെ പറയുന്നത്. ഇവിടെ യേശു ദൈവത്തിൻ്റെ കരം എന്ന ഒരു അലങ്കാര പ്രയോഗം ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരം എന്നുള്ളത് ഇത് പുറപ്പാട് പുസ്തകത്തിലേക്കുള്ള ഒരു തിരിച്ചു പോക്കലാണ്. അവിടെ ഫറവോയുടെ മാന്ത്രികർ സമ്മതിക്കുന്നുണ്ട് പകർച്ചവ്യാധികൾ ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് ഉണ്ടായത് എന്നും. യേശു പറയുന്നു, സ്വാതന്ത്ര്യം, വിടുതലൊക്കെ നിങ്ങളിപ്പോൾ കാണുന്നത്
നിങ്ങളുടെ പൂർവികരെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ച അതേ ശക്തിയാൽ തന്നെയാണെന്നുള്ളതാണ്. ഊമനായ മനുഷ്യനെ അവൻ്റെ ബാധയിൽ നിന്നും ഈശോ വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ കരത്താൽ തന്നെയാണ്, ശക്തിയാൽ തന്നെയാണ് എന്നാണ് ഈശോ ഇവിടെ സൂചിപ്പിക്കുന്നത്. യേശു ശക്തനായ മനുഷ്യൻ കാവൽ നിൽക്കുന്ന ഒരു കൊട്ടാരത്തിൻ്റെ കഥ ഇവിടെ പറയുകയാണ്. ഈശോ പറയുന്നു, അവനേക്കാൾ ശക്തനായ ഒരുവൻ വന്ന് അവനെ കീഴ്പ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നതുവരെ അവൻ സുരക്ഷിതനായിട്ട് കാണപ്പെടുന്നു എന്ന്. ഇവിടെ ഈശോ കൊട്ടാരം എന്ന് പറയുമ്പോൾ സൂചിപ്പിക്കുന്നത് മനുഷ്യഹൃദയം, അതല്ലെങ്കിൽ സാത്താനാൽ സ്വാധീനിക്കപ്പെട്ട ഈ ലോകത്തെയാണ് ഈ കൊട്ടാരം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അവിടെ നശിപ്പിക്കുന്നത് എന്താണ്? ഈ കള്ളൻ വന്ന് അത് നമ്മുടെ ആത്മാവാണ്, നമ്മുടെ കഴിവുകളാണ്, നമ്മുടെ ശബ്ദമൊക്കെയാണ്. ഈശോ കേവലം ഒരു സന്ദർശകനല്ല, ദൈവത്തിൻ്റെ സ്വന്തമായത് വീണ്ടെടുക്കാനായിട്ട് വന്ന ശക്തനായ ഒരു മനുഷ്യനാണ്. നമുക്ക് നമ്മുടെ പിശാചുക്കളിൽ നിന്നും മോചനം വേണം. എന്താണ് നമ്മുടെ ജീവിതത്തിലെ പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ അഡിക്ഷൻസ്, നമ്മുടെ ദുശീലങ്ങൾ, നമ്മുടെ ഞാനെന്ന ഭാവം, നമ്മുടെ അഹങ്കാരം, നമ്മുടെ നിശബ്ദത എന്നിവയിൽ നിന്നൊക്കെ നമ്മെ സ്വതന്ത്രരാക്കാനായിട്ടാണ് ഈശോ വന്നത്. അത് സ്വയമേവ നമുക്ക് പലപ്പോഴും അവയിൽ നിന്നും സ്വതന്ത്രരാകാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല. അപ്പോൾ നമ്മെ ബാധിച്ചിരിക്കുന്ന അല്ലെ നമ്മിലെ പിശാചുക്കളിൽ നിന്നുള്ള ഒരു മോചനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശക്തനായവൻ്റെ ഒരു ആവശ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ട്. ഇത് അവസാനിക്കുന്നത്, ഈ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് ഒരു അന്ത്യശാസനത്തോടു കൂടിയാണ്. അവിടെ പറയുകയാണ്, എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു എന്ന്. ഇതുവഴിയായിട്ട് ഈശോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആത്മീയ ജീവിതത്തിൽ ഒരു സൈഡ് ലൈൻ ഇല്ല എന്നുള്ളതാണ്. ഒന്നുകിൽ നാം ദൈവത്തിൻ്റെ രാജ്യത്തെ ഒന്നിച്ചു കൂട്ടുന്നതിൽ പങ്കുചേരണം, അല്ലെങ്കിൽ നമ്മുടെ നിസ്സഹകരണത്തിലൂടെ നാം ചിതറിക്കുന്നതിൽ പങ്കുചേരണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൃപയോട് ന്യൂട്രലായിട്ട് നിൽക്കുവാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപയോട് ന്യൂട്രലാണ് എന്ന് പറഞ്ഞാൽ, ന്യൂട്രലായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പഴയ രാജ്യത്തിലായിരിക്കാൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. നാം നമ്മോട് തന്നെ ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് ചോദിക്കണം, ഏത് മൂകതയാണ് സത്യം പറയുന്നതിനും ദൈവത്തെ സ്തുതിക്കുന്നതിൽ നിന്നും എന്നെ തടയുന്നതേ എന്ന്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ മൂകരായിട്ട് മാറുന്നു. എന്താണ്? സത്യം പറയാനായിട്ട്, അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ പ്രഘോഷിക്കുന്നതിന് നമുക്ക് ശക്തിയില്ലാതായിട്ട് മാറുന്നു. ഏത് മൂകതയാണ് എന്നെ ബാധിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഞാൻ സ്നേഹത്തിൽ ആളുകളെ ഒന്നിപ്പിക്കാനാണോ, അതോ പരദൂഷണത്തിലൂടെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിനും അങ്ങനെ ആളുകളെ ചിതറിക്കുന്നവനും ആണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ശക്തനായവനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. അവൻ നമ്മുടെ ഈഗോയെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റി ദൈവരാജ്യത്തിൻ്റെ ആയുധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം ഈ ദിവസം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലായിട്ട് നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും
ഗുഡ്നസ് ടി വിയെയും ഒരു നിമിഷം നമുക്ക് ഓർക്കാം. ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ഈ ചാനലിലൂടെയും ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ അറ്റം വരെ പ്രഘോഷിക്കപ്പെടുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിന് തടസ്സമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും തടസ്സങ്ങളെയും നീക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം ഈ ധ്യാന കേന്ദ്രത്തെയും ചാനലിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരിയൻ കൂടാരങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങളോട് ചേർന്നു സാധിക്കുന്ന എല്ലാവരും ഒരു കൊന്തിയെങ്കിലും ചൊല്ലി ഈ ധ്യാന കേന്ദ്രത്തിനും ഈ ചാനലിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള നമ്മുടെ സഹോദരി സഹോദരങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ധാരാളം പേര് നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. രോഗികളായിട്ട് കഴിയുന്നവർക്ക് രോഗസൗഖ്യത്തിന് വേണ്ടി, ദുശീലങ്ങളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി, അതുപോലെ തന്നെ നല്ല ഒരു ജീവിത പങ്കാളിയെ കിട്ടുന്നതിന് വേണ്ടി, ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി, കുടുംബത്തിലെ സമാധാനം സംജാതമാകുന്നതിന് വേണ്ടി, അങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി ധാരാളം അപേക്ഷകൾ നമ്മുടെയൊക്കെ മുൻപിൽ വരാറുണ്ട്. അവരെല്ലാവരെയും നമുക്ക് ഓർക്കാം. അവരുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് കർത്താവിൻ്റെ സമക്ഷം സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും. അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും. അനുപമമാകും നിറമേതും പോയി ഞാൻ നിത്യത തേടി ഇടനെഞ്ചിൽ തേങ്ങലുമായി നിൽക്കേ. നിറമേതും പോയി ഞാൻ നിത്യത തേടി ഇടനെഞ്ചിൽ തേങ്ങലുമായി നിൽക്കേ. നിത്യപുരോഹിത ആശ്വാസതീരമായി തീർന്നിടുമീ കൂദാശയിൽ നീ ചേർക്കണേ നിന്ദയാവായ്പിലെന്നെ. അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും. അനുപമമാകും
പകലിൻ നടുവിലും പാതിരായിരുൾ പോൽ പാപങ്ങളും എന്നും വരവും. പകലിൻ നടുവിലും പാതിരായിരുൾ പോൽ പാപങ്ങളും എന്നും വരവും. സോദരരോടും നിന്നോടുമെന്നുമേ ഏറ്റു ചൊല്ലുന്നൊരു വേള ഇത്. വീടണയുന്നൊരു സുഖമാണിത്. അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും. അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും. അനുപമമാകും നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ശിരസ് നമിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. പ്രിയപ്പെട്ടവർ, ഈ പ്രഭാത വിരുന്നിൽ എന്നോടൊപ്പം പങ്കുചേർന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. ഒരു നല്ല പ്രഭാതവും അനുഗ്രഹപ്രദമായ ദിവസവും ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.